25കാരിയെ പ്രേമിച്ച് 75കാരൻ. 75കാരനെ 25കാരി പ്രേമിച്ചോ? ഷടാ, എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത്? അയാളുടെ കാര്യം ഏതായാലും തീർന്നു കിട്ടി. പെണ്ണു കോളടിച്ചു. ഇനി എത്ര കാലം? പാവം കളവൻ. പോട്ടെ. 8:30 മണിയായാലും ഇവിടെ ആർക്കും വിശപ്പും ദാഹമൊന്നുമില്ല. ഇത് എവിടെ പോയി കിടക്കുക എല്ലാരും കൂടെ? എടാ മുത്തുവേ, എന്തോ എനിക്കും എല്ലാം താടാ. ആ, ഒറ്റ എണ്ണത്തിനെ കാണുന്നില്ല കാപ്പി കുടിക്കാൻ. അയ്യോ, കൊള്ളാം കൊള്ളാം. പച്ച ഏത്തയ്ക്ക പുഴുങ്ങിയത്, പിന്നെ മുട്ട, കാന്താരി ചമ്മന്തി. പച്ച ഏത്തയ്ക്ക പുഴുങ്ങിയതിന്റെ വൈറ്റമിൻ A+ഉം കാന്താരി ചമ്മന്തിയുടെ വൈറ്റമിൻ B+ഉം ചേരുമ്പോൾ എന്റെ കൊച്ചമ്മയ്ക്ക് വീണ്ടും വീണ്ടും സർവായുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. സർവാരോഗ്യ സൗഭാഗ്യങ്ങളും സൗന്ദര്യം കൊണ്ട് ഉണ്ടാക്കി അടുത്ത 75കാരെ ഇവിടെ കയറി വരണം. ഒന്ന് പോടാ അവിടുന്ന്. നാട്ടിൽ നടക്കുന്നതല്ല നീ അറിയുന്നുണ്ട്? ഇല്ല, എന്ത്? എന്നാ അത് വായിക്കുമ്പോ അറി. 75-25. ഇതെന്തോന്നിത്? വാർദ്ധക്യ സഹജമായ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. ഇത് വാർദ്ധക്യ സഹജത്തിലാണോ ഏത്തപ്പ കഴിക്കുന്നത്? ശരി, എനിക്കറിയത്തില്ലായിരുന്നു. നല്ല അടിപൊളി അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് ഒരുപാട് നീട്ടാതെ ഒരു ഉപ്മാവും മുട്ട റോസ്റ്റും വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലേ. ഇഡ്ഡലി ചമ്മന്തി എവിടെയാണ്? ഇഡ്ഡലി ചമ്മന്തി അല്ല, രണ്ടുപേരും കൂടെ വരാനുണ്ടല്ലോ. അവരുടെയും കൂടെ ആവശ്യം അറിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അതെ. ആഹാ, നല്ല ചൂട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കണം കൊച്ചമ്മ. കൊച്ചമ്മ, ഞാന് 98-99 കാലഘട്ടത്തില്, അതായത് ചന്ദ്ര സാർ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് മാർക്കണ്ഡേയ ഹോട്ടലിൽ ഞാൻ ജോലിക്ക് നിന്നായിരുന്നു. മുത്തുണ്ണ ഷെഫായിരുന്നാ? അതെ. പൊന്നു മോനെ, നിന്റെ ഓർമ്മ തെറ്റി. 98-99 എത്ര? 98-99 അല്ലേ? എന്റെ ഓർമ്മ ശരിയല്ലെങ്കിൽ പിന്നെ ഏത് വർഷം? 93-94. 93-94. ഞാൻ അവിടെ ഷെഫായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രായം പക്വതയും നന്നില്ലല്ലോ. കുഞ്ഞു പ്രായമല്ലേ. അന്ന് തൂത്തു തുടക്കും. അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് സൂപ്പർവൈസർ. അല്ല, ഈ രാത്രിയാകുമ്പോഴേ ഡെസ്ക്, ബെഞ്ച്, തറയെല്ലാം തൂത്തിട്ട് ഡെസ്കിന്റെ പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ മുതലാളിക്ക് നല്ലത് വരുത്തണേന്ന്. കാരണം പട്ടിണി എനിക്ക് അത്രമാത്രം പേടിയായിരുന്നു കൊച്ചമ്മ. അന്ന് ഒരു നേരത്തെ ആഹാരം മാത്രമാണ് കൂലി എന്ന് പറയുന്നത്. അത് ശരി. അപ്പൊ അന്നൊക്കെ മുതലാളിക്ക് നല്ലത് വരുത്തണേന്ന് നീ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഇവിടെ വന്നതിന് ശേഷം കാണുന്നില്ലല്ലോടാ. ഉണ്ട് കൊച്ചമ്മ, ഉണ്ടാ. അമ്മേണം അമ്മൂമ്മേണം ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? അന്ന് മുതലാളിയുടെ അടുത്ത് മുതലാളി നന്നാവണം ഞാൻ ഡെസ്കിന്റെ പുറത്ത് കിടന്ന് പ്രാർത്ഥിച്ചല്ലോ. അത് മുതലാളി കേട്ടില്ല. അതുപോലെ ഞാൻ ഇപ്പോഴും റൂമിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ രാത്രി എന്റെ കൊച്ചമ്മയ്ക്ക് നല്ലത് വരുത്തണേ, കൊച്ചമ്മ നന്നാവണേ. ശരി, നീ റൂമിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ നോക്കൂല. അതെ അതെ, അതും കേൾക്കാൻ പറ്റില്ലല്ലോ. അതെ മുത്തോണ്ണന്റെ പ്രസംഗം കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങക്ക് വയറ് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്ക. മുത്തു, ഓ, നമ്മുടെ ആ വടക്കേ വിളയുന്ന നേന്ത്രക്കൊലേ അത് മുഴുവനും എടുത്ത് മുറിച്ച് പുഴുങ്ങി നല്ല കീറാന്നുള്ള കാന്താരി വെച്ചുള്ള ഈ ചമ്മന്തി, നല്ല നാടൻ മുട്ട, ഇത് നീ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ? എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ കൊണ്ട് വെച്ച് പ്ലേറ്റും വെച്ച് നീ വൈദ്യന്റെ അടുത്ത് പോയിട്ടേ, ആട്ടക്കാട്ട് വൈദ്യശാലയിൽ പോയിട്ട് എനിക്കുള്ള എണ്ണയും പിന്നെ നമ്മുടെ രാസാദിപ്പൊടി രണ്ട് മാച്ചോണ്ട് അതെല്ലാം ഇവിടെ കൊണ്ടുവയ്ക്ക് കഴിക്കാനുള്ള. എന്തോ? അയ്യോ സ്വാമി, അല്ലെ പ്രസവവും പ്രതീക്ഷയും എന്തിയേ? അവരെ കണ്ടില്ലല്ലോ. ഉണ്ട് വരും. ആ, വേഗം കൊണ്ടുപോടാ, പിള്ളേരിപ്പോ വരും കേട്ടോ. വരുന്നേ. ആ, എത്തിപ്പോയി. സുരഭി മാറിക്കോ. ഇങ്ങോട്ട് പോയി. ആഹാ, ഇതാണ് സാധനം. വൈറ്റമിൻ A+, വൈറ്റമിൻ C+, B+, എല്ലാം ഉണ്ട്. A മുതൽ Z വരെ എല്ലാ പ്ലസും ഉണ്ട്. പ്രോട്ടീൻ ഇട്ടുപോയി. ഓ, നല്ല നാടൻ ഏത്തക്ക പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി. ഓ, എത്ര നാളാണ് ഇതൊക്കെ കഴിച്ചിട്ട്? നിങ്ങളെല്ലാരും കഴിച്ചു കഴിഞ്ഞോ? വയറ് നിറഞ്ഞു എന്റെ. അതെ, ഞങ്ങളുടെയൊക്കെ വീട്ടില് ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടിട്ടുള്ളത് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെക്കുന്നത്. ഇത് ചുമ്മാ വൈറ്റമിനും കലോറിയും അതും ഇതൊക്കെ നോക്കി വെച്ചിട്ട് പറമ്പിൽ കിടക്കുന്ന കായെല്ലാം കൂടെ പുഴുങ്ങി ഞാൻ ഇന്നവരെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലേ. അതിന്റെ ഗതികേടും വന്നിട്ടില്ല. പണ്ട് മക്കളെ 2018 ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു, ഓർമ്മയുണ്ടോ? ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വലിയ കുടുംബക്കാര്, ഈ പറയുന്ന പോലെ വലിയ അന്തസ്സുള്ള കുടുംബക്കാര്, ഇതൊക്കെ കണ്ട പുച്ഛിച്ച് തള്ളിയിരുന്ന കുടുംബക്കാര് ഒരുപാട് പേര്
വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് കയ്യും കാലും ഇട്ടടിച്ച് ഭഗവാനെ വിളിച്ച് വല്ലതും തിന്നാൻ തരണേ, വല്ലതും തിന്നാൻ തരണേ, വിശക്കുന്നേ എന്ന് പറഞ്ഞ കരഞ്ഞ കുടുംബക്കാരുണ്ട്, വലിയ കുടുംബക്കാരുണ്ട്. അതുപോലെ തന്നെ 4 ചുറ്റും മതിൽ കെട്ടി ഭദ്രമാക്കി നിർത്തിയ വീടിന്റെ മതിലിന്റെ മണ്ടയിൽ കൂടെ വള്ളമാ വന്നത് പാവം പിടിച്ച മുക്കോ തൊഴിലാളികൾ. മനസ്സിലായല്ലോ? അത് കൊണ്ടുവന്നവരോട് അയ്യോ അനിയ ബ്രെഡോ പഴവോ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് തിന്നാൻ, ഒരു ഉടുതുണി മാറാനുണ്ടോ, മാറാൻ തുണി പോലും ഇല്ല, എല്ലാം പോയി എന്നും പറഞ്ഞ് കരഞ്ഞ കുടുംബക്കാരുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓർത്തില്ലെങ്കിൽ ചില സമയത്ത് ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ദൈവം തമ്പുരാൻ അതൊക്കെ ഓർമ്മപ്പെടുത്തും. പിന്നൊരു പ്രധാന കാര്യം, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കാനായാൽ അതിന് ദൈവത്തിനോട് നന്ദി പറയണം. ഭഗവാനേ, അത്രയൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഭഗവാന്റെ മുമ്പിൽ കുടുംബവും, ചെറിയ കുടുംബമോ വലിയ കുടുംബമോ മഹാരാജാവോ മഹാറാണിയോ ഇതൊന്നും പ്രശ്നമല്ലേ പൊന്നു മക്കളെ. നിങ്ങൾ വിഷമിക്കണ്ട, കൊച്ചമ്മ സൈയായിട്ട് പറഞ്ഞു പോയതാ. കൊച്ചമ്മ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പച്ച വെള്ളം പോലും കുടിക്കാതെ തെരുവിലെ ആഹാരത്തിന് വേണ്ടി അലയണം. അപ്പോൾ മാത്രമേ പട്ടിണിയുടെ വില, പട്ടിണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു മാറ്റത്തിന് വേണ്ടി പറമ്പിൽ നിന്ന് ഏത്തക്കൊല വെട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞതാ. അതിനെയാണ് നിങ്ങളെല്ലാം കൂടെ നിന്ദിച്ചത്. വളരെ മോശമായിപ്പോയി ഏട്ടാ, വളരെ മോശമായിപ്പോയി. എന്തായാലും നിങ്ങൾ പറഞ്ഞ ആഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഇന്നല്ല നാളെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, ദൈവത്തോർത്ത് ഇന്ന് അത് കഴിക്കും. നാളെ നിങ്ങൾ പറഞ്ഞ ആഹാരം ഉണ്ടാക്കാം. മുത്തുണ്ണ 2 പ്ലേറ്റ്. നല്ലൊരു ദിവസം രാവിലെ തന്നെ അലമ്പാക്കി തന്നതിനെ നന്ദിയുണ്ട്. അത് തന്നെ. നീ എടുത്ത് കഴി. കൊച്ചമ്മ എന്നാ ഞാൻ നനയ്ക്കാം. നീ എന്നെ പറഞ്ഞ് നന്നാക്കാന്നൊന്ന് വിചാരിക്കല്ലേ. ഈ ചന്ദ്രഹാസത്തിലെ അധിപയായ എന്നോട് ഒരുത്തിയും ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കരുത്. വേലായുധനോട് വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. എന്തു കൊച്ചമ്മ? ഈ സുഹാസിനി കൊച്ചമ്മ പഠിച്ചിരുന്ന കാലത്ത് ഒരു സകലകല വല്ലഭയായിരുന്നോടാ. ഈ സകല കല എന്ന് പറയുമ്പം സകലകല എന്ന് പറഞ്ഞാല് സകലതും, അതായത് പാട്ട്, നൃത്തം, അഭിനയം, കായികം എന്ന് വേണ്ട ഇനി എന്തൊക്കെയുണ്ടോ അതിലെല്ലാം. അതാണ് വല്ലഭ. വല്ലഭ ഗുസ്തി കായികത്തിൽ വരുമോ കൊച്ചമ്മ? ഇവ ആരാ ഇത്? എടാ, ഗുസ്തി എന്ന് പറഞ്ഞാല് എല്ലാം കായികത്തിൽ വരും. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന പെമ്പിള്ളാരുടെ സ്കൂളിലല്ലേ, അവിടെ ഗുസ്തിയാണോ? എന്തെല്ലാം കിടക്കുന്നു. എന്തൊക്കെയുണ്ടായിരുന്നു? ഞാന് സത്യം പറയുകയാണെങ്കില് ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ വാങ്ങിച്ച് എപ്പോഴും 1ാം സ്ഥാനത്ത് എത്തുന്ന ചില സംഭവങ്ങളുണ്ട്. റൊട്ടി കടി, മനസ്സിലായോ? ഈ സ്പൂണിൽ നാരങ്ങ വെച്ചോണ്ട് ഓടൂല്ലേ, അത്. പിന്നെ മുട്ടായി പെറുക്കല്. നീ അതൊക്കെ പോട്ടു. ഡൊമ്മോ കണ്ട പേടി തോന്നുന്ന വലിയൊരു കൊമ്പനാന, അതിന്റെ വാല് വരയ്ക്കുക. ഇതെല്ലാം ഞാനാണ് ഫസ്റ്റ്. ഒരുത്തി 7 അയലത്ത് വരൂല്ല. കൊച്ചമ്മ അതിന് ഈ മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടില്ലായിരുന്നാ? കിട്ടിയിട്ടില്ലായിരുന്നോ? അയ്യോ, എല്ലാത്തിനും 1ാം സ്ഥാനവും മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ച ഒരു കാലം ഉണ്ടായിരുന്നടാ എന്റെ സുഹാസിനി കൊച്ചമ്മയ്ക്ക്. പക്ഷെ ഇവിടെ ആ മെഡലൊന്നും കാണാനില്ല കൊച്ചമ്മ. മെഡല് നീ എന്തോന്ന് കണ്ടു? കൊച്ചമ്മ എടാ, മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങോ പോയി. അതെങ്ങനെ? പക്ഷെ എന്റെ എങ്ങനെയെന്നോ 2019 വെള്ളപ്പൊക്കം വന്നില്ലേ? അത് 98 കൊച്ചമ്മ. 98 ശരി. അയ്യോ, 98 98. ആ വെള്ളപ്പൊക്കത്തില് ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ വെച്ച പെട്ടി ഒഴുകി പോന്ന് കണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ചങ്ക് പൊട്ടും കൊച്ചമ്മ, ആരെയും ചങ്ക് പൊട്ടും. ഈ സ്വർണ്ണ മെഡൽ വല്ലതും ഉണ്ടായിരുന്ന അതിനകത്ത്? സ്വർണ്ണ മെഡല് എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഒരു കാര്യം ചെയ്തു. എന്ത് കൊച്ചമ്മ? അരിപ്പട്ടിയുടെ അടി വെച്ചു. അരിപ്പട്ടിയിൽ? അതുകൊണ്ട് അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ അരിപ്പട്ടിയിൽ തപ്പിക്കഴിഞ്ഞാൽ സ്വർണ്ണ മെഡൽ കിട്ടുമോ? എടാ, ആ 4 മെഡൽ എടുത്ത് വിറ്റിട്ടാണ് എന്നെയും പറക്കം മുറ്റാത്ത 2 പിള്ളേരെ കൊണ്ട് വിട്ടു ചന്ദ്രേട്ട ഒരു പോക്കങ്ങ് പോയത്. അയ്യോ,
ഓ, കഷ്ടം തന്നെ ഈശ്വര. പിന്നെ അവിടെ നിന്നങ്ങോട്ടൊരു ജൈത്ര യാത്രയായിരുന്നല്ലേ? എന്തെല്ലാം പരിഹാസങ്ങള്, ബന്ധക്കാരുടെ സ്വന്തക്കാരുടെ പുച്ഛരസത്തിലുള്ള ചില കമന്റുകള്, ഇതെല്ലാം കേട്ടിട്ടും തളരാതെ പതറാതെ അങ്ങനെ ഒരു ജൈത്രയാത്രയിലൂടെ വിജയം നേടിയവളാണ് എന്റെ ഈ സുഹാസിനി കൊച്ചമ്മ. എന്റെ പൊന്നു കൊച്ചമ്മ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളല്ല കൊച്ചമ്മ. ഇപ്പോഴും എന്റെ കൊച്ചമ്മ നന്നാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞാൻ കിടന്നുറങ്ങുന്നത്. അറിയാമോ? സത്യം. ഞാനേ കൊച്ചമ്മ, ഞാൻ എന്നെ ചന്ദ്രദാസ് കൊണ്ടുവരുന്ന ആ വർഷവും ദിവസവും ഓർമ്മയുണ്ടാ? അതിനുശേഷം ഞാൻ അതിനു മുമ്പ് പട്ടിണി എന്തുമാത്രം അനുഭവിച്ചു കൊച്ചമ്മ. അപ്പോ ഇവിടെ കൊണ്ടുവന്ന് കൊച്ചമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോകുമ്പോ ആ കൊച്ചമ്മ എന്നെ പൊന്നുപോലെ സ്വന്തം മക്കളെ പോലെ എന്നെ നോക്കി. എന്റെ വീട് എനിക്ക് കാക്കാൻ പറ്റി. എനിക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടായത് എന്റെ കൊച്ചമ്മയുടെ അടുത്ത് വന്നിട്ടാണ്. എടാ പൊതുവേ നിന്റെ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഈ സ്നേഹം, ഈ വാത്സല്യം, ഈ അതീവ ശ്രദ്ധ, അതൊക്കെ പോട്ട് ഈ ഉണ്ടാക്കി തരുന്ന ആഹാരം തന്നെ ഉഗ്രൻ ആഹാരമാ. എനിക്കറിയാം. ഇടയ്ക്ക് അതിനെ കുറ്റം പറയുന്നുണ്ട് ആഹാരത്തിനെ. അല്ലല്ല, അതെ, അതെന്താന്നറിയോ, നിന്നെ ഒന്ന് ചുമ്മാ ഒന്ന് ചൊടിപ്പിച്ചിട്ടേ കുറെ കൂടെ നന്നാവാൻ വേണ്ടി അങ്ങ് പറയുമല്ലേ. അത്രേ ഉള്ളടാ. പക്ഷെ ആ കോവിഡ് സമയത്ത് പറ്റിയത് ഭയങ്കര അവത്തായി പോയി കൊച്ചമ്മ. എന്താ എന്നെ മറ്റേ കെട്ടിയിട്ട് അടിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. നീ പണ്ടത്തെ പാചകം ചെയ്തിട്ടല്ലേ നീ മരത്തിൽ കെട്ടിയിട്ട് എന്റെ കൂടെ അടിച്ചത്? കോവിഡ് സമയത്ത് കൊച്ചമ്മ. അതെന്തോന്ന് പാചകം? അത് ചിക്കൻ ബന്ധാലും ഉണ്ടാക്കിയതാണ്. ചിക്കൻ ബന്ധാലും തിളന്നില്ലെങ്കിൽ അത് പറഞ്ഞു എന്തോ ഉണ്ടാക്കിയത്? ചിക്കൻ ബന്ധമല്ല, ഞാൻ ഉണ്ടാക്കിയ പുതിയ ഭക്ഷണം ഞാൻ കണ്ടുപിടിച്ചതാണ്. 2 ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നില്ലായിരുന്നു. കോവിഡ് വന്നത് കാരണം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ 1-1.5 ആഴ്ച വീട്ടിലായിപ്പോയി. ആൾക്കാർക്ക് ഒരു നല്ലതുണ്ടാവട്ടെ, പാചകകലയിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കണമല്ലോ, മറ്റുള്ളവർ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ ബന്ധാലും ഉണ്ടാക്കി. മനസ്സിന്റെ നല്ല ഉദ്ദേശം. ആ ചിക്കൻ ബന്ധാലുലിട്ട എന്തോ ഒരു സംഭവം ഇത്തിരി കുഴപ്പമായി പോയി. കഴിച്ചവർക്ക് ചൊറിച്ചില് വന്നു കൊച്ചമ്മ. അങ്ങനെ എന്നെ കെട്ടിയിട്ട് അടിച്ചു. അതൊക്കെ ഭയങ്കര വൈറലായില്ലേ ഫേസ്ബുക്കിൽ. ആരോ എടുത്തിട്ട് എവിടെ നിന്നെല്ലാം വിളി വന്ന്, നിനക്കൊക്കെ വേറെ പണിയില്ലേടാ, നീ ആണോടാ പാചകക്കാരനൊക്കെ ചോദിച്ചിട്ട് കണ്ടമാനം പേര് ചീത്ത വിളിച്ചു. മുത്തു, ഞാനിങ്ങനെ ആലോചിച്ചതേ, നീ ഉണ്ടാക്കിയ സാധനം കഴിച്ചപ്പോ ചൊറിച്ചില് വന്നു കൊച്ചമ്മ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഉണ്ടാക്കിയ അതേ സാധനം നീ ഇവിടെ ഒന്ന് ഉണ്ടാക്കണം. അതാണ് ചൊറിച്ചില് വരണം, വേറൊന്നും കൊണ്ടല്ല. സർവത്ര പുച്ഛം. ചന്ദ്രഹാസം എന്ന് പറഞ്ഞ പുച്ഛം, ചന്ദ്രഹാസം പ്രസ്ഥാനം എന്ന് പറഞ്ഞ പുച്ഛം. സുഹാസിനി എന്ന് പറഞ്ഞാൽ ഇത് ഞാനുണ്ടാക്കിയ ഈ ആസ്തികളെല്ലാം ഇതെല്ലാം വെറും കുപ്പിയിലെ ഭൂതമാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അഹങ്കരിച്ച് നടക്കുന്ന 2 എണ്ണങ്ങളകത്തുണ്ട്. അടുക്കളെ കയറത്തുമില്ല, ചുമ്മാ തുള്ളിക്കൊണ്ട് നടന്നുള്ളൂ. ഇവളുമാരെ ഒരു പാഠം പഠിപ്പിക്കണം. അല്ല, അത് ചൊറിച്ചില് വരില്ല കൊച്ചമ്മ. ഇച്ചിരി ചൊറിച്ചിലോട്ടെ, കുറച്ചു നേരം ചൊറിഞ്ഞ് അവിടെ കാണാൻ പോയിരിക്കട്ടെ. നീ അതൊന്നും ഉണ്ടാക്കാൻ നീ എന്റെ കൂടെ നിൽക്കുമോ? ഞാൻ പറഞ്ഞു. എന്റെ കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും. മതി. നീ അതിനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ആ സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ട് കൃത്യം 1 മണിക്ക് ഒരു ഭക്ഷണം കഴിക്കും. അപ്പോഴത്തേക്ക് മേശപ്പുറത്തിലെല്ലാം കൊണ്ടുവന്ന് വെച്ച് മൂടി വെച്ച് സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് അന്നേരം ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. അല്ല, എന്തെങ്കിലും വന്ന എന്നെ ഫോൺ വിളിക്കാം, അതാണ് പ്രശ്നം. ഫോണൊക്കെ നീ ഓഫ് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞുതരാം. 1 മണിക്ക് ഓഫ് ചെയ്യുന്ന ഫോണ് കൃത്യം 1:15 നീ ഓൺ ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരും നീ എന്തൊക്കെ ചെയ്യണോന്നുള്ളത്. മനസ്സിലായോ? അതുവരെ ഫോൺ എടുക്കരുത്. അയ്യോ, ഒന്നും എടുക്കരുത്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ കൊച്ചു, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ മുമ്പ് വെച്ചല്ലേ കൊച്ചമ്മ രാസനാഥ് പൊടിയും തൈരും ഒക്കെ വാങ്ങിക്കണം. അത് വാങ്ങിക്കാൻ പോണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വൈദ്യന്റെ ഇവിടെ പോകണം. കൊച്ചമ്മയ്ക്ക് പെട്ടെന്ന് വേണം എണ്ണ രാസനാഥി പൊടി എന്ന് പറഞ്ഞ് നീ അങ്ങ് പോകണം. പോകുന്ന വഴിക്ക് ഫോൺ ഓഫ് ചെയ്തിട്ട് 1:15 ഓൺ ചെയ്ത്. മതിയടാ. ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം കൊച്ചമ്മ, കാണിച്ചു കൊടുക്കണം. കൂടി അവള് മാറുടെ പുച്ഛം തീരണം. അയ്യോ കൊച്ചമ്മ, ഇനി അത് നിൽക്കണ്ട, അകത്തോട്ട് പൊക്കോ കൊച്ചമ്മ. ഈശ്വര, അപ്പൊ ചിക്കൻ ബന്ധാലുര് കാണാം. ബന്ധാലുര് കാണാം. മണം, നല്ല മണം. എന്തൊക്കെയാണ് സംഭവം? കോണ്ടിനെന്റൽ ഡിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റാലിയൻ. ഇവിടെ ഒന്നും അല്ലെങ്കിൽ കടലിൽ കടന്നു പോകണം. 7-ാം കടലിനക്കരെ ഇറ്റാലിയൻ. കള്ള മുത്തോൺ ഇത്രയൊക്കെ ഉണ്ടാക്കാന്നിട്ടാണ് ഇതുവരെ ഒരു വക ഉണ്ടാക്കാത്തത്. ഹലോ, അതിനെ ഈ ലക്ഷ്മി വേണ്ടി വന്നു. എന്നും കഴിച്ചും അടുത്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സംസാരിച്ചപ്പോഴത്തേക്കും എല്ലാരും കൂടെ എന്നെ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ തെറ്റുകാരി.
എന്തായാലും ചേച്ചി കുറച്ച് തറ കാണിച്ചെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടി. അല്ല മുത്തോണ്ണ എവിടെ? മുത്തോണ്ണോയ്. അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഏടാ മക്കളെ, മുത്തുവേ എല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചേച്ച് വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയതാടാ കരമടയ്ക്കാൻ. അയ്യോ പാവം, അവൻ എന്നോട് പറയുവാണേ, എന്റെ പൊന്നു കൊച്ചമ്മ ഇനി എന്റെ ഭക്ഷണത്തെ കുറിച്ച് ഇവിടെ ഒരാളും ഒരു കുറ്റവും പറയത്തില്ലെന്ന്. അത്ര ഗംഭീരമായ ഏതാണ്ടാണെന്ന് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കഴിച്ചോ കഴിച്ചോ, അവനിപ്പോ വരും. അല്ല അമ്മ കഴിച്ചായിരുന്നോ? ഞാനേ കാപ്പി കുടിക്കാൻ ഇച്ചിരി താമസിച്ചു പോലെ, ഇച്ചിരി കിടക്കട്ടെ, ഒരു ക്ഷീണം. ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോ. എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വിശപ്പ്. അതെന്താണ് ഏട്ടനില്ലാത്തത്? അതെ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുണ്ണന്റെ കഴിവ് ശരിക്കും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിൽ നമ്മൾ ആരും തിരിച്ചറിഞ്ഞില്ല. സത്യം മുത്തോണ്ട് പറയണം, ഇനി ഇതുപോലത്തെ ആഹാരങ്ങളൊക്കെ ഇനി ഉണ്ടാക്കി തരണം. ഇഡ്ഡലിയും ദോശയൊക്കെ തിന്നത് മടുത്തുന്നേ. അല്ലേ, പഴകഞ്ഞിയും അറ്റലോളം ഉടച്ചും കൂടെ കൂട്ടി തിന്നോണ്ട് കിടന്ന പാർട്ടിക്ക് ഇപ്പൊ ചിക്കൻ വെന്താലോ വെന്തില്ലെങ്കിലോ മറ്റേത് കുന്താലോ എന്തൊക്കെ വേണം. അതിനെ നിങ്ങളൊക്കെ സ്മരിക്കേണ്ടത് തന്നെയാണ്. ഞാൻ വേണ്ടി വന്നു. അയ്യോടാ. ആ പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുത്തോണ്ണനൊരു അസറ്റാണ്. അസത്താ. അസറ്റാണെന്ന് പറഞ്ഞു. ആ അത് ആ അയ്യോ, തിന്നടി തിന്ന്. നിനക്കൊക്കെ ഈ ചിക്കൻ എന്തായാലും ഇല്ലെങ്കിൽ ഇറങ്ങത്തില്ല. അയ്യോ എന്താ സംഭവത്തുവാ? ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യമ്മോ? ചൊറിഞ്ഞിട്ടോ? എന്താ പറ്റിയതാ? ഉണ്ടാക്കി വെച്ചേക്കുന്ന മനുഷ്യന്റെ ശരീരം മൊത്തം ചൊറിയുവാ. എന്തുവാ സംഭവിച്ചേ? അമ്മ മുത്തോണ്ട എവിടെ? മുത്തോണ്ണേ, അയ്യോ എന്റെ ദൈവമേ, മുത്തോണ്ണം തന്റെ വെളിയിലോട്ട് പോയതാ. അവിടെ വില്ലേജ് ഓഫീസ് വരെ കരമടയ്ക്കാനായിട്ട്. അമ്മ അങ്ങേര് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. അയ്യോ, അവനുണ്ടാക്കിയ ചിക്കൻ എന്താ വെന്തല്ലോ വെന്തില്ലല്ലോ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടാൻ നല്ല പണി കിട്ടിയത്. എന്റെ ദൈവമേ, മുത്തുവിനെ ഒന്ന് വിളിക്കണമല്ലോ ഈശ്വര. അയ്യോ വിളിപ്പിക്കാം വിളിപ്പിക്കാം. എന്റെ ദൈവമേ, നിക്ക്. അയ്യോ അയ്യോ, മുത്തുവിന്റെ ഫോൺ എന്തോ ഓഫ്. അവന് ചാർജ് പോയതായിരിക്കും. അയ്യോ ചൊറിഞ്ഞു പറഞ്ഞ എന്റെ കയ്യിൽ നഖമല്ല തേഞ്ഞ്. എനിക്ക് വയ്യ ഈശ്വര. ഞാൻ ചെറുക്കാനോട് ഞാൻ പറഞ്ഞ അവിടെ പോയിട്ട് കരമടച്ച് വരുമ്പോ ഒരു ഇച്ചിരി എണ്ണ എനിക്ക് വാങ്ങിച്ചോണ്ട് പറഞ്ഞ കാല് വേദനയ്ക്ക്. ഇത് എവിടെ പോയി കിടക്കുന്നു? അമ്മ ഒന്ന് വിളിച്ചു നോക്കമ്മ, സഹിക്കാൻ പറ്റില്ല. നോക്കട്ടെ. വെളിച്ചെണ്ണ ചൊറിക്ക് നല്ലതാടി. ഇതിനെ കുറിച്ച് മണ്ണെണ്ണ കഴിക്കാൻ ചേച്ചി. എന്നിട്ട് കത്തിക്ക്, എല്ലാം കൂടെ കൂട്ടത്തോടെ കത്തിക്ക്. അങ്ങനെ അതൊക്കെ പറയും ചൊറിയുടെ പ്രാന്തില്. അതില്ലേ ഞാനേ ഒന്നും കൂടെ വിളിച്ച് നോക്കട്ടെ. അയ്യോ എനിക്ക് വയ്യ. അയ്യോ എടാ മുത്തു, നീ ഇത് എവിടെ പോയി കിടക്കുവാടാ? ഒന്ന് വേഗം വാ നീ. എന്റെ മുത്തു, ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ നീ ഉണ്ടാക്കി വെച്ചില്ല ഏതാണ്ട് ഒരു സാധനം ചിക്കൻ വെന്തല്ലോന്ന്. അത് കഴിച്ചിട്ട് ഇവിടെ എല്ലാരും കൂടെ കിടന്ന് സർവത്ര ചൊറിച്ചില്. കൊച്ചമ്മ പെട്ടെന്ന് വന്നോണ്ട് ആംബുലൻസ് വിളിക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യെന്ന്. അയ്യോ കൊടുത്തത് ചിക്കൻ എന്തായാലും ഇല്ലേ, നമ്മുടെ പെരുങ്കായവും ഇഞ്ചി പൊടിയും കൂടെ ചേർന്നത് കൂടിപ്പോയി. അതാണ് വിഷയം. അല്ല, അത് മാറ്റാനായിട്ട് മൃതക്കായം ഞാൻ വാങ്ങിക്കാൻ നിന്നു. മൃതക്കായം എന്തോന്നാ എനിക്ക് അറിഞ്ഞൂടാ. അല്ലല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് അഥവാ ഇങ്ങനെ ചൊറിച്ചിൽ ആഹാരം കഴിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സാധനമാണ്. അത് ശങ്കര വൈദ്യരുടെ കടയിലല്ലേ ഉള്ളൂ. അത് വാങ്ങിക്കാണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് വാന്ന് കൊച്ചം വിളിച്ചത്. അതാ ഓടി വന്നത്. വിളിക്കാതിരിക്കുന്നേ. ഒരു കാര്യം ഞാൻ പറയാൻ മുത്തു, എന്റെ മക്കൾക്ക് വല്ലതും സംഭവിച്ച സ്വഭാവം കേട്ടോ. കൊച്ചമ്മ പേടിക്കണ്ട. വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം ചൊറിച്ചിൽ തുടങ്ങിയിട്ട് എത്ര സമയമായി? അയ്യോ എനിക്ക് അരമണിക്കൂറായി. ഈ 3/4 മണിക്കൂറായി. അവിടെ അരമണിക്കൂർ. ഇനി ഒരു 10 മിനിറ്റ് വാങ്ങിക്കാം. 10 മിനിറ്റ് ചൊറിയണോ? അത് മാറും. എനിക്കൊന്നും അറിഞ്ഞൂടെ. അല്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ റൂമിൽ ചെന്ന് ചൊറിഞ്ഞോ. മിനിറ്റ് ഉറപ്പാണല്ലോ. സാരമില്ല മോനെ, 10 മിനിറ്റ് കൊണ്ട് മാറൂടാ. മാറും. അമ്മൂമ്മേണ മാറും. എന്റെ 2 മക്കളെ കൂടെ നീട്ട് പണിതല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ. അല്ല കൊച്ചമ്മ, മക്കളും കൂടെ കഴിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇല്ല, വിചാരിക്കൂല. കൊണ്ടുവന്ന് വെച്ചാ പിന്നെ കഴിക്കാതിരിക്കുവോ? മാറുവോ? 10 മിനിറ്റ് കൊണ്ട് മാറും കൊച്ചമ്മ. നേരെ വരുവോ പിള്ളേര്? പിന്നെ ധൈര്യമായിട്ടിരിക്കണം. എന്റെ കഷ്ടകാലത്ത് എന്താ പറഞ്ഞു പോയി. എന്റെ ചിക്കൻ വെന്തലും
എവിടെ പോയി കിടക്കുവാടാ എല്ലാവരും? ഒറ്റ ഇടത്തിനെ കാണുന്നില്ലല്ലോ. അതന്നെ. ഡാ, ഇന്നലെ നിന്റെ ആ പഠിപ്പീരുണ്ടല്ലോ, ഒരു പാടം പഠിപ്പീര്. കഷ്ടം, അതിൽ വരണ്ട് കിടക്കുമായിരിക്കും എല്ലാരും. നീരടിച്ച് കാണുമെന്തോ ചൊറിഞ്ഞിട്ട്. ഇപ്പൊ എന്തായാലും മാറിയല്ലോ ദൈവം സഹായിച്ചു പൊന്നെ. മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, വേഗം വാ കഴിക്കാൻ വാ. പ്രതീക്ഷ കുഞ്ഞേ, പ്രക്ഷോഭ കുഞ്ഞേ, സുരഭി, ലക്ഷ്മി പൊന്നുമോൾ ഇവിടെ വാ, ഇവിടെ ഇരിക്കുക. ഇവക്ക് ഞാൻ ഇന്ന് വാരി കൊടുക്കാം. അത് കൊള്ളാം, അത് കൊള്ളാം. ഇരിക്കും മക്കളെ, നിങ്ങളൊക്കെ കഴിക്കില്ല. പിന്നെ പിങ്കുമോളെ, ഇന്ന് ഇഡ്ഡലി. ഇനി നാളെ അപ്പം വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം, ഇടിയപ്പം വേണമെങ്കിൽ ഉണ്ടാക്കാം, പുട്ട് വേണമെങ്കിൽ എന്തുണ്ടെങ്കിലും നേരത്തെ പറയണം. ഈശ്വരാ. പിന്നെ കൊച്ചമ്മ, എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടി പറയണേ, ഉച്ചയ്ക്ക് എന്താ വേണ്ടത്, വൈകുന്നേരം എന്താ വേണ്ടത്, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നോർത്ത് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം, ഈസ്റ്റ് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം, പിന്നെ വെസ്റ്റ് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം, സൗത്ത് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം. പക്ഷെ ഏതാണെങ്കിലും അത് തൊട്ടുമുമ്പേ ഒന്ന് പറഞ്ഞേക്കണം. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? എന്താണെന്നൊന്നും പറഞ്ഞില്ല. പറയണം. ഞങ്ങൾക്ക് അപ്പോ മുട്ടക്കറി മതി അമ്മ. അയ്യോ, അത് ശരി. അപ്പൊ മുട്ടക്കറി മതി. അപ്പൊ പ്രോട്ടീനും കാണും കൊച്ചമ്മ. നേരെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഓ കേട്ടോ. ശരി, ആയിക്കോട്ടെ. കഴിക്ക്. കഴിക്ക. എന്നാ പിന്നെ ഞങ്ങള് കൈ കഴുകട്ടാ അമ്മ. പിന്നെന്താ, കൈ കഴുകണം കഴിച്ചിട്ട്. അല്ലല്ല, ഉച്ചയ്ക്ക് എന്താണെന്ന് പറഞ്ഞില്ല. ഉച്ചക്ക് എന്തായാലും കുഴപ്പമില്ല. കേട്ടല്ലോ. ശരി, കേട്ടോ. നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് മെനു പറയാതെ അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ ആദ്യം കേട്ടോ. എന്ത് ചെയ്യും? അല്ല കൊച്ചമ്മ, ഏട്ടാ പണിയായി പോയി. ഏട്ടാ വല്ലാത്തൊരു പണിയായി പോയി. ഇതാ മക്കളെ, എല്ലാ മനുഷ്യരും നല്ലവരാണെന്നുള്ള ചിന്തയാ നമുക്കല്ല. അതെ. പക്ഷേ അങ്ങനെ അല്ലടാ. എന്താറിയോ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതികളാണ്. സത്യം പറയാ, നമ്മുടെ സമൂഹത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ അതാ. ചുമന്ന കണ്ണാടി കൂടെ നോക്കുന്നവന് ലോകം മുഴുവൻ ചുമന്നിരിക്കുന്നതായിട്ട് തോന്നും. മനസ്സിലായോ? പച്ച കണ്ണാടി കൂടെ നോക്കുന്നവന് പച്ചിച്ചിരിക്കും. അങ്ങനെ പറയുമ്പോ നിറമൊന്നുമില്ലാത്ത സാധാരണ കണ്ണാടി കൂടെ നോക്കുമ്പോഴേ ലോകം എന്താണെന്ന് എല്ലാവരും അറിയത്തുള്ളൂ. മനസ്സിലായോ? ഭഗവാനെ, അല്ല അങ്ങനൊരു കാലം വരും നമ്മുടെ നാട്ടില്, തീർച്ചയായിട്ടും. നാട്ടില് മാത്രമല്ല, നമ്മുടെ ചന്ദ്രകാശത്തിലും വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.